പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരായ കോമാളി പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് തോമസ് ഐസക്. താൻ ഉന്നയിക്കാൻ ശ്രമിച്ചത് രാഷ്ട്രീയ വിമർശനമാണെന്നും കലാകാരനെ അപമാനിച്ചതല്ലെന്നും തോമസ് ഐസക് വിശദീകരിച്ചു. സമരം ചെയ്താൽ കിട്ടുന്നതല്ല സംസ്കാരം എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ മറുപടി. 2 ടേം MLA ആയ മുകേഷ് കോമാളിയാണോ എന്നായിരുന്നു ഐസക്കിന്റെ വിമർശനത്തോടുള്ള രമേശ് ചെന്നിത്തലയുടെ മറുചോദ്യം. പരാമർശം വിവാദമായിട്ടും തോമസ് ഐസക്കിനെ ന്യായീകരിച്ച് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്. രമേശ് പിഷാരടിക്കെതിരായ ഈ പരാമർശം വിവാദമായതോടെയാണ് ഖേദം പ്രകടിപ്പിച്ച് തോമസ് ഐസക് രംഗത്തെത്തിയത്. രാഷ്ട്രീയ വിമർശനമാണ് താൻ ഉന്നയിച്ചതെന്നും അഭിനയത്തെ വ്യക്തിപരമായി അപമാനിക്കാൻ ശ്രമിച്ചതല്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെക്കുറിച്ചൊന്നും മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ വിമർശനം രാഷ്ട്രീയമാണ്. വിമർശനത്തോട് പ്രകോപിതനാകാതെയായിരുന്നു രമേശ് പിഷാരടിയുടെ മറുപടി. സമരം ചെയ്താൽ കിട്ടുന്നതല്ല സംസ്കാരമെന്നും എന്ന് മുതലാണ് കലാകാരന്മാർ CPIMന് വെറുക്കപ്പെട്ടവരായതെന്നും പിഷാരടി ചോദിച്ചു. ഇവർക്ക് എന്ന് മുതലാണ് കലയും കലാകാരനും ഒക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തോമസ് ഐസക് മാപ്പ് പറയേണ്ടെന്നും പിഷാരടി. അതിന് അത്ര ഇല്ലായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞെങ്കിലും മനോവിഷമമായെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനോവിഷമമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ അതിൽ അങ്ങനെ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല. പിഷാരടിക്ക് പിന്തുണയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. സിനിമാ താരങ്ങളെ നേരത്തെ മത്സരിപ്പിച്ച മുകേഷും അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവർ മത്സരിപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കോമാളിയായിരുന്നു. അതൊന്നും മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയ കോമാളിയായിട്ടാണോ? എത്രയോ ചിരിപ്പിക്കുന്ന രംഗങ്ങൾ മുകേഷ് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ വല്ല വില കുറഞ്ഞ പ്രചരണമാണ്. തോമസ് ഐസക് ഖേദം പ്രകടിപ്പിച്ചിട്ടും രമേശ് പിഷാരടിയെ കടന്നാക്രമിച്ച CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ പ്രതികരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ഇങ്ങനെയാണോ? അദ്ദേഹം ഒരു സംഘിയെ പോലെയല്ലേ സംസാരിച്ചത്? ഈ സംഘികൾക്ക് മാത്രമല്ലേ ലോകത്തിലെ ഇസ്രയേലിനെ ന്യായീകരിക്കാൻ കഴിയുക? അപ്പോൾ ഒരു അരസംഘിയുടെ മനസ്സുമായി ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വമാണ് യഥാർത്ഥത്തിൽ കാലാകാലമായി BJP കോൺഗ്രസ് ഡീലിന്റെ തുടർച്ച. തോമസ് ഐസക്കിന്റെ പരാമർശത്തെ വളച്ചൊടിച്ചതാണെന്നായിരുന്നു നടനും തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥിയുമായ സുധീർ കരമനയുടെ പ്രതികരണം. ഐസക് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും കലയെയോ സാംസ്കാരിക പ്രവർത്തനങ്ങളെയോ ഒന്നും വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ ആണ് അദ്ദേഹം ഒന്നും ഒരിക്കലും അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ വളച്ചൊടിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. തോമസ് ഐസക് ഖേദം പ്രകടിപ്പിച്ചതോടെ പരാമർശത്തിൽ കൂടുതൽ ചർച്ച വേണ്ടെന്ന നിലപാടിലാണ് ഇടതുമുന്നണി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.